Hi, today we are discussing Geometric Twins, Grade 7, Chapter 1, remaining portion. This is video 4. First portion is about measuring the angles. ഇവിടെ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ആ നേരത്തെ ഒരു പോർഷൻ്റെ ബാക്കിയല്ല ഇത് ഒരു ട്രയാങ്കിൾ ഫിഗർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി രണ്ട് ഫ്രണ്ട്സ് അവിടെ നിൽക്കുവാണ്. അപ്പം മീരയും റാബിയയും അവർ മെഷർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നുകിൽ രണ്ട് സൈഡ് മതി അല്ലെങ്കിൽ രണ്ട് ആംഗിൾ മതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് ദ 3 sides length ഓഫ് ട്രയാങ്കിൾ ഫ്രെയിം, ഇഫ് മീര റാബിയ മെഷർ 3 angles, can they recreate a triangle exactly? അവരവിടെ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത് SSS കോൺഗ്രുവൻസ് റൂൾ ആണ്. ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ 3 സൈഡ്സ് തന്നാൽ മതി നമുക്കൊരു ട്രയാങ്കിൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചോദിച്ചിരിക്കുന്നത് നമുക്ക് 3 ആംഗിൾസ് തരുവാണ്. 3 ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഈ ട്രയാങ്കിൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതിനിവിടെ എടുത്തിരിക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൻ്റെ തന്നെ എക്സാക്റ്റ് കോപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെ വരാൻ നേരത്തെ നമുക്ക് എക്സാക്റ്റ് കോപ്പി കിട്ടിയെന്ന് ഇരിക്കില്ല. കാരണം അതിൻ്റെ ലെങ്ത് നമുക്ക് അറിയാൻ പാടില്ല. 30 ഡിഗ്രി, 80 ഡിഗ്രി, 70 ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾസ് 180 ഡിഗ്രി കിട്ടുമെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പക്ഷെ അതെന്തായിരിക്കില്ല, സെയിം ഷേപ്പ് ആയിരിക്കില്ല, അതുപോലെ തന്നെ സെയിം സൈസും ആയിരിക്കില്ല. ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ് വന്നാലും അതിൻ്റെ സൈസ് വ്യത്യാസമായിരിക്കും. ഇത് ചെറുത്, ഇത് വലിയത്, ഇത് അതിനേക്കാൾ വലിയത്. അങ്ങനെ വരാനുള്ള കാരണം അതിൻ്റെ ലെങ്ത്തുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ എടുത്ത ലെങ്ത്ത് 4, 5, 6 ആയിരിക്കും. ഇവിടെ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ 6, 7, 8 ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ കുറച്ചും കൂടി വലിയതായിരിക്കും, സെൻറ്റിമീറ്റർ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആംഗിൾസ് മാത്രം തന്നുകൊണ്ട് നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ AAA എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് റൂൾ നമുക്ക് നിലവിലില്ല. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്ന മെഷറിംഗ് 2 sides ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ. 2 സൈഡും അതിന് ഇൻക്ലൂഡഡ് ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആംഗിളും അത് പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC, പിന്നത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് XYZ. ഇതിൻ്റെ അകത്ത് ABയും XYയും സെയിം ആണ്, രണ്ടും 6 സെൻറ്റിമീറ്റർ. ഇനി ACയും XZും സെയിം ആണ്, രണ്ടും 5 സെൻറ്റിമീറ്റർ. ആംഗിൾ എയും ആംഗിൾ എക്സും ഈ 2 സൈഡിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളാണോ, അത് രണ്ടും 30 ഡിഗ്രി എന്ന് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രുവൻ്റ് ആണ് വരുന്നത്. കാരണം ഇവിടെ SIS കോൺഗ്രുവൻസ് റൂൾ എന്ന് പറയുന്ന പുതിയൊരു റൂള് കിട്ടുവാണ്. ഇനി ഇത് കോൺഗ്രുവൻ്റ് അല്ല എങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. These measurements correspond to case of 2 sides and included angle. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പം ക്ലാസ്മേറ്റ് എല്ലാവരും കൺസ്ട്രക്ട് ചെയ്യുന്ന എന്ത് തന്നെയായിരിക്കും, സെയിം ഫിഗർ തന്നെയായിരിക്കും വരുന്നത്. എല്ലാ ട്രയാങ്കിളുടെയും കോൺഗ്രുവൻസ് അല്ലെങ്കിൽ ആ ട്രയാങ്കിളിനോട് സെയിം ആയിട്ടുള്ള അടുത്ത ട്രയാങ്കിൾ തന്നെയായിരിക്കും വരുന്നത്. നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്താലും കറക്റ്റ് ഫിഗർ തന്നെയായിരിക്കും കിട്ടുന്നത്. അതിന് കാരണം ഇവിടുത്തെ പറയുന്നത് when 2 sides and the included angle of 2 triangles are equal ആണ് എങ്കിൽ ഈ 2 ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകതയാണ് SIS കോൺഗ്രുവൻസ് റൂൾ, സൈഡ് ആംഗിൾ സൈഡ്. അപ്പോൾ നമ്മൾ ആദ്യം SSS കോൺഗ്രുവൻസ് റൂൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് SIS കോൺഗ്രുവൻസ് റൂളാണ്. SSS കോൺഗ്രുവൻസ് റൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 3 സൈഡായിരുന്നു നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. SAS എന്ന് പറയുന്നതിൽ അതിൽ എത്ര സൈഡേ ഉള്ളൂ, 2 സൈഡും പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ആര് വരുന്നത്, ആംഗിൾ വരുന്നത്. അപ്പം രണ്ടാമത്തെ കോൺഗ്രുവൻസ് റൂള് SAS. ഇനി പിന്നെ നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് 2 sides ആൻഡ് നോൺ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇതിന് ഇൻക്ലൂഡ് ചെയ്യാത്ത ആംഗിൾ, ഇതിൻ്റെ ഇടയ്ക്കല്ല ആംഗിൾ വരുന്നതെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. വേറെ എവിടെയെങ്കിലും കിടക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC, പിന്നത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് XYZ. 2 ട്രയാങ്കിൾ എടുക്കുന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്ന മെഷർമെൻ്റ് ഒക്കെ നോക്കുക. AB എന്ന് പറയുന്നതും XYയും ഈക്വൽ ആണ്, രണ്ടും 6 സെൻറ്റിമീറ്റർ വീതം വെച്ചെടുക്കുന്നു. പിന്നെ AC എന്ന് പറയുന്നതും XZ എന്ന് പറയുന്നത് രണ്ടും വേറെ സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വെച്ചിരിക്കുന്നു. ഈ ലെങ്ത്തിൽ വ്യത്യാസം വന്നോട്ടോ, എൻ്റെ 6ഉം 4ഉം സെയിം ആയിട്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ AB കുറച്ച് വലിയതായിട്ട് എടുക്കണം. പിന്നെ ആംഗിൾ
ബിയും ആംഗിൾ വൈയും ഇതാണ് 30 ഡിഗ്രി ആയിട്ട് വരുന്നത്. ഇതിന്റെ രണ്ടിന്റെ നടുക്കല്ല കിടക്കുന്നത്. രണ്ട് സൈഡ് എവിടെയോ കിടക്കുന്ന ആംഗിൾ, ഈ രണ്ടിന്റെ ഇടയ്ക്ക് വരാത്ത നോൺ ഇൻക്ലൂഡഡ് ആംഗിളാണ് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ can the edges non congruent triangle having this measurement, ഈ മെഷർമെന്റിലുള്ള നോൺ കോൺഗ്രുവൻസ് ട്രയാങ്കിൾ കിട്ടുമെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യുക, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോൾ റഫ് സ്കെച്ച് വരച്ചു. ഇത് 30 ഡിഗ്രി, ഇത് 6, രണ്ട് സൈഡിന്റെ ഇടയ്ക്കല്ല വന്നേക്കണം. ഇവിടെ PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. PQ 6 സെന്റിമീറ്റർ, RQ 4 സെന്റിമീറ്റർ, ആംഗിൾ P എന്ന് പറയുന്നത് 30 ഡിഗ്രി. അപ്പോൾ ഇത് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുകയാണ്. ആക്ച്വൽ ലെങ്ത് എടുക്കുകയാണ്. സ്കെയിലിൽ PQ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എടുത്തു. പിന്നെ പിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ നമ്മൾ പ്രൊട്രാക്ട് വെച്ച് 30 ഡിഗ്രി മാർക്ക് ചെയ്തു. 30 ഡിഗ്രി മാർക്ക് ചെയ്ത് പോയിന്റ് കിട്ടി, ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ക്യൂവിൽ നിന്ന് കോമ്പസ് എടുക്കുക. ക്യൂവിൽ നിന്ന് 4 സെന്റിമീറ്റർ ലെങ്ത്തിൽ എന്ത് വരയ്ക്കുക? ഒരു റേഡിയസ് വരയ്ക്കുക. അപ്പം ഒരു ആർക്ക് വരയ്ക്കുക. ക്യൂ എന്ന് പറയുന്നിടത്ത് നിന്ന് നമ്മൾ കോമ്പസിൽ സ്കെയിൽ വെച്ചിട്ട് 4 സെന്റിമീറ്റർ ലെങ്ത് കോമ്പസിൽ അളന്നിട്ട് ക്യൂവിൽ കോമ്പസിന്റെ ടിപ്പ് വയ്ക്കുക. പെൻസിൽ ഈ സൈഡിൽ വരിക. അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ടായിരിക്കും വന്നത്. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എസും ക്യൂവും കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. എസും ക്യൂവും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സൈഡ് കിട്ടും. എസ് ക്യൂ എന്ന് പറയുന്ന സൈഡ്, ഇതിന്റെ ലെങ്ത് എത്രയാണ് തന്നെ? 4 സെന്റിമീറ്റർ ആണ്. കാരണം റേഡിയസ് 4 സെന്റിമീറ്റർ. ഇവിടെ ആർക്ക് വരുന്നതിന്റെ ഒപ്പം തന്നെ ഇവിടെയും ആർക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു സർക്കുലർ പോർഷൻ പോലെയാണ് നമുക്ക് വരുന്നത്. സർക്കിള് 4 സെന്റിമീറ്ററിന്റെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ. അപ്പൊ ഇതിൽ കൂടെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ടാവും. 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആറും ക്യൂവും കൂടി ജോയിൻ ചെയ്ത് നോക്കുക. ഈ ആറും ക്യൂവും ജോയിൻ ചെയ്യുമ്പോഴും ഇവിടെ എന്ത് തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. കാരണം റേഡിയസ് 4 സെന്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ലൈൻ എൽ എന്ന് പറയുന്നത്, but we see that the arc intersect the line L at 2 different points. RS എന്ന് പറയുന്ന 2 ഡിഫറെന്റ് പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ PQR ഉം പിന്നത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് PQS ഉം. ഈ PQR ഉം PQS ഉം വരുമ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. എല്ലാം രണ്ടും 30 ഡിഗ്രിയാണ്. സൈഡ് 2 6 സെന്റിമീറ്റർ ആണ്. അപ്പുറം കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നതും 4 സെന്റിമീറ്റർ തന്നെയാണ് വന്നത്. പക്ഷെ ഇതെന്തല്ല? കോൺഗ്രുവന്റ് അല്ല. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഒരെണ്ണത്തിന് ലെങ്ത് കൂടുതലും ഒരെണ്ണത്തിൽ എങ്ങനെയാണ്? ലെങ്ത് കുറവാണ്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലിയതുമാണ്. സൈസിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെന്താണ്? നമുക്കിവിടെ കിട്ടുന്നത് 2 നോൺ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ SSA എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് റൂൾ അവിടെ ഒക്കോർ ചെയ്യുന്നില്ല. SSA കണ്ടീഷൻ ഡസ് നോട്ട് ഗ്യാരണ്ടി കോൺഗ്രുവൻസ് റൂൾ. അവിടെ വന്നു എന്ന് കരുതി അവിടെ ഒരു കോൺഗ്രുവൻസ് റൂൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രയാങ്കിൾ PQR ഉം ട്രയാങ്കിൾ PQS എന്ന് പറയുന്ന 2 ട്രയാങ്കിൾ, അതിന് രണ്ടിനും സെയിം ലെങ്ത്തും സെയിം ആംഗിൾ ലെങ്ത്തും ആണ് എടുത്തിരിക്കുന്നത്. 2 സൈഡിന് സെയിം സൈഡ് ലെങ്ത്തും മറ്റേത് ആംഗിള് 30 ഡിഗ്രി. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഫിഗർ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കോൺഗ്രുവൻസ് റൂള് കിട്ടുന്നില്ല. ഇനി അടുത്തത് പറയുന്നത് 2 ആംഗിൾസ് ആൻഡ് ഇൻക്ലൂഡഡ് സൈഡ്. 2 ആംഗിളിന്റെ ഇടയ്ക്ക് ഒരു ഇൻക്ലൂഡഡ് സൈഡ് വരുവാണെങ്കിൽ അന്നേരം കറക്റ്റ് ആവുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവർ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റിൽ ട്രയാങ്കിൾ വരയ്ക്കും. ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC. ഇത് ABC. പിന്നത്തെ ട്രയാങ്കിൾ XYZ. ഇനി പറഞ്ഞിരിക്കുന്നത് BCയും YZും 5 സെന്റിമീറ്റർ. ഇതും 5 സെന്റിമീറ്റർ. YZും 5 സെന്റിമീറ്റർ. ആംഗിൾ Bയും ആംഗിൾ Yയും 50 ഡിഗ്രി. ഇതും 50 ഡിഗ്രി. ഇതും 50 ഡിഗ്രി. ആംഗിൾ Cയും ആംഗിൾ Zും 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി. ഇതും 30 ഡിഗ്രി. നോക്കിക്കേ, 2 ആംഗിളിന്റെ ഇടയ്ക്കാണ് സൈഡ് കിടക്കുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് SAS. 2 ആംഗിളിന്റെ ഇടയ്ക്ക് എന്ത് വരുന്നു? സൈഡ് വരുന്നു. ഇത് കോൺഗ്രുവന്റ് ആണ്. ഇത് കോൺഗ്രുവന്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. Can the edges non congruent triangle having this measure? ഇത് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പം ASA എന്ന് പറയുന്നത് കണ്ടീഷൻ കോൺഗ്രുവൻസ് റൂൾ ആണ് ഇവിടെ വരുന്നത്. 2 ആംഗിളിന്റെ ഇടയ്ക്ക് ഒരു സൈഡ് വരുന്നത്. രണ്ടും സെയിം ലെങ്ത് തന്നെയാണ് വന്നത്. കാരണം നമ്മൾ അത് ഫിഗർ വരച്ച് കട്ട് ചെയ്തിട്ട് ആ ട്രയാങ്കിളിന്റെ മുകളിൽ മറ്റേ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കോൺഗ്രുവന്റ് ആയിട്ട് തന്നെയാണ് വന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഫിഗർ പോയിന്റ് ഒ ഇസ് എ മിഡ് പോയിന്റ് ഓഫ് എ ഡി ആൻഡ് ബി സി. എ ഡിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എഒ ഡിയോട് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ സിഒ ആരോട് ഈക്വൽ ആയിരിക്കും? ബി ഒനോട് ഈക്വൽ ആയിരിക്കും. വാട്ട് ക്യാൻ വൺ സേ അബൌട്ട് ദ ലെങ്ത് ഓഫ് എ ബി? അങ്ങനെയാണെങ്കിൽ എ ബിയും സി ഡിയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രണ്ട് സൈഡ് കിട്ടിയില്ലേ? ഈ സൈഡിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിൾ അല്ലേ നോക്കിക്കേ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ എഒ ബിയും ആംഗിൾ സിഒ ഡിയും. ഇവര് രണ്ടുപേരും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ സൈഡ്, ഇതും സൈഡ്, ഇത് സൈഡ് 1, ഇത് സൈഡ് 1, ഇത് സൈഡ് 2, രണ്ടാമത്തെ സൈഡും കിട്ടി, രണ്ടാമത്തെ സൈഡും കിട്ടി. ഇതിന്റെ ഇടയ്ക്കാണ് എന്ത് വരുന്നത്? ആംഗിൾ വരുന്നത്. അപ്പൊ SAS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി സിയും. എ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഡി ആണ് കൊടുക്കേണ്ടത്. എ ബി സി അല്ലല്ലോ, എ ഒ ബി ആണ് വന്നത്. ട്രയാങ്കിൾ എ ഒ ബി. ഇവിടെ എ ഒ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡി ഒ സി എന്ന് വേണം കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പേര് മാറിപ്പോകും. കാരണം എക്ക് ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഡി ആണ്. അപ്പൊ ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്നത് ആരോട് കോൺഗ്രുവന്റ് ആയിരിക്കും? ട്രയാങ്കിൾ എ ഒ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി ഒ സി എന്ന് വേണമെങ്കിൽ തിരിച്ചിങ്ങനെ എഴുതാം, ഒരേ സൈഡിലേക്ക് എഴുതാം. ഇത് ബി ഒ എന്നാക്കാം, ഇത് സി ഒ എന്നാക്കാം. അപ്പൊ എക്ക് പകരം ഡി വരും, ബിക്ക് പകരം സിയും വരും. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ ബാക്കിത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ ബി എന്ന് പറയുന്ന സൈഡ് ആരോട് ഈക്വൽ ആയിരിക്കും? സി ഡിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർ ദർ എനി അതർ ഈക്വൽ സൈഡ്സ് ഓർ ആംഗിൾസ്? ഈക്വൽ സൈഡ്സോ ആംഗിൾ ഈക്വൽ സൈഡ് വരുന്നുണ്ട്. ആംഗിൾ എ ഒ ബി ആംഗിൾ ഡി ഒ സിനോട് ഈക്വൽ ആണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ടു സൈഡും അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വന്നാലും ഇതെന്താണ്? കോൺഗ്രുവന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ എ ഒ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഡി ഒ സി ആണ്. ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ CP/CT അനുസരിച്ച് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ അനുസരിച്ച് നമുക്ക് പറയാം അതിന്റെ രണ്ട് സൈഡ്സ് എങ്ങനെയായിരിക്കും? അപ്പുറം ഇപ്പുറം കിടക്കുന്ന സൈഡ്സ് ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വെദർ ദ ട്രയാങ്കിൾ ബിലോ ആർ കോൺഗ്രുവന്റ്. വാട്ട് കണ്ടീഷൻ ഡിഡ് യു സീ ടു എസ്റ്റാബ്ലിഷ് ദർ കോൺഗ്രുവൻസ്? എക്സ്പ്രസ് ദ കോൺഗ്രുവൻസ്. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ്. ഇവിടെ ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ എന്ത് കണ്ടീഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്? പിന്നെ അവർക്കുടെ കോൺഗ്രുവൻസ് റൂളും നമുക്ക് പറയാം. അപ്പൊ ആദ്യമേ നമ്മൾ നോക്കുക, രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡും ആംഗിളും ആണ് തന്നിരിക്കുന്നത്. ഇനി രണ്ട് സൈഡിന്റെ ഇടയ്ക്കാണ് ആര് വന്നേക്കണേ? ആംഗിൾ വന്നേക്കണേ. അപ്പൊ ഇവിടുത്തെ കോൺഗ്രുവൻസ് റൂൾ എന്ന് പറയുന്നത് ഏതാണ്? SAS കോൺഗ്രുവൻസ് റൂൾ ആണ്. നമുക്ക് അപ്പൊ അറിയാവുന്ന കോൺഗ്രുവൻസ് റൂള് SSS ഉണ്ട്, ASA ഉണ്ട്, SAS ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കോൺഗ്രുവൻസ് റൂൾ ആണ് പഠിച്ചേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞ് SAS ഈക്വൽ ആണ്. അപ്പൊ SAS കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ്. കോൺഗ്രുവൻസ് ഇത് ചെയ്യാനായിട്ടുള്ള കണ്ടീഷനായി ഇവിടെ ഇത് ബി സിയും ZYയും രണ്ട് ഈക്വൽ ആണ്, 5 സെന്റിമീറ്റർ ആണ്. BAയും HZും രണ്ട് 7 സെന്റിമീറ്റർ ആണ്. പിന്നെ ആംഗിൾ ബിയും ആംഗിൾ ഇസഡും 47 ഡിഗ്രി ആണ്. അപ്പൊ രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആയി. അതിന്റെ കാരണം കോൺഗ്രുവൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൈഡ് ആംഗിൾ സൈഡ് ആണ്. അപ്പൊ നമ്മൾ A എഴുതുവാണെങ്കിൽ ഇവിടെ X തന്നെ എഴുതണം, B എഴുതുവാണെങ്കിൽ Z തന്നെ എഴുതണം, C എഴുതുവാണെങ്കിൽ Y തന്നെ എഴുതണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, given that CD and AB are parallel. CDയും AB എന്ന് പറയുന്ന രണ്ട് ലൈൻ പാരലൽ ആണ്. അതുപോലെ തന്നിട്ടുണ്ട് AB എന്ന് പറയുന്നത് CDനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ അതർ ഈക്വൽ പാർട്സ് ഇൻ ഫിഗർ? ഈ ഫിഗറിൽ ബാക്കിത്തെ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ട് വരുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കുന്നുണ്ട്, രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പം ഇതാണ് രണ്ട് ലൈൻസ്, ഇതിൽ കൂടെ ഒരു ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇപ്പറേം കിടക്കുന്നത് ഇതാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇവിടെ 1 2 കൊടുക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. 3 4 കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വൽ ആയിരിക്കും. കാരണം അത് രണ്ടെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. അതുപോലെ തന്നെ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിട്ടായിരിക്കും വന്നത്.
അവിടെയും കണ്ടീഷൻ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിളാണ്. അപ്പൊ ഇവിടെ രണ്ട് ആംഗിളിന്റെ ഇടയ്ക്കാണ് സൈഡ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുന്ന കോൺഗ്രുവൻസ് റൂൾ എന്ന് പറയുന്നത് ASA കോൺഗ്രുവൻസ് റൂൾ ആണ്. രണ്ട് ആംഗിളിന്റെ ഇടയ്ക്കാണ് സൈഡ് വരുന്നത്. ഇത് തന്നിരിക്കുന്ന കണ്ടീഷനാണ്. BC പാരലൽ ടു AB ആണ്. AB CD ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, ഇതിന്റെ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആയി. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആകുമ്പോൾ അതിന്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും തന്നെ. AO എന്ന് പറയുന്നത് OC ഈക്വൽ ആയിട്ട് വരും. OB എന്ന് പറയുന്നത് OD ഈക്വൽ ആയിട്ട് വരും. കാരണം ഈ ആംഗിളും ഇപ്പുറ കിടക്കുന്ന ആംഗിളും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പൊ അതേ ലൈനിൽ തന്നെ വരുന്ന സൈഡ്സുകളുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ODയും OBയും ഈക്വൽ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ എയും ആംഗിൾ സിയും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ OAയും OCയും ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടുത്തെ കണ്ടീഷനും എഴുതും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 പറഞ്ഞിരിക്കുന്നത് given that angle ABC is equal to angle DBC. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണ്. ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ DCB. ഇവിടുത്തെ ഈ ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ആംഗിൾ BAC ഈ ആംഗിളും ഈക്വൽ ആണ്. നമുക്ക് തെളിയിക്കണം. R2 ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ്. ഇത് കോൺഗ്രുവന്റ് ആണ്. കാരണം ഈ രണ്ട് ആംഗിളുടെ ഇടയ്ക്ക് കിടക്കുന്ന സൈഡാണ് BC എന്ന് പറയുന്നത്. അപ്പൊ BC is equal to BC, കാരണം കോമൺ സൈഡ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ആംഗിള്, ഇവിടെ ഒരു സൈഡ്, ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഒരു ആംഗിള്, ഇവിടെ ഒരു സൈഡ്, ഇവിടെ ഒരു ആംഗിൾ. അപ്പൊ ഇവിടെ കൊടുക്കുന്ന പ്രോപ്പർട്ടി ഏതാ? ASA കോൺഗ്രുവൻസ് റൂൾ. ASA കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് പറയാം ട്രയാങ്കിൾ BAC എന്ന് പറയുന്ന ആരോട് കോൺഗ്രുവന്റ് ആണ്? ട്രയാങ്കിൾ BDC കോൺഗ്രുവന്റ് ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ BAC എന്ന് പറയുന്ന ആരോട് ഈക്വൽ ആയിരിക്കും? ആംഗിൾ BDC ഈക്വൽ ആയിരിക്കും. കാരണം CPCT കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് നമുക്ക് ഇത് രണ്ടും കോൺഗ്രുവന്റ് ആകും. ഇവിടെ ആംഗിൾ 1 ആംഗിൾ 2 ഏത് വേണമെങ്കിലും എടുക്കാം. അവിടെ നമ്മൾ കോൺഗ്രുവൻസ് റൂൾ, എക്സാമിന് കോൺഗ്രുവൻസ് റൂൾ ചെയ്ത് ആംഗിൾ സൈഡ് ആംഗിൾ കോൺഗ്രുവൻസ് ASA കോൺഗ്രുവൻസ് റൂൾ ആണ് വരുന്നത്. When two triangles are congruent, then corresponding parts are equal. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ ദ ഈക്വൽ പാർട്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ given that ആംഗിൾ ABD എന്ന് പറയുന്നത് ഇത് ആംഗിൾ 1, അത് ആരോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ DCB ഈക്വൽ ആണ്. ഇത് മൂന്നാമത്തെ ആംഗിൾ ആയിട്ട് എടുക്കുക. ആംഗിൾ ACB എന്ന് പറയുമ്പോൾ ഇതിനെ നാലാമത്തെ ആംഗിൾ ആയിട്ട് എടുക്കുക, ഇതിനെ രണ്ടാമത്തെ ആംഗിൾ എടുക്കുക. ആംഗിൾ DBC ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കിത്തെ ഈക്വൽ പാർട്സും സൈഡ്സും ഒക്കെയാണ് നമുക്കിവിടെ അടുത്ത് ചോദിച്ചേക്കണം. ഇവിടെ നമുക്ക് ആംഗിൾ 1 ആംഗിൾ 2 എന്ന് കൊടുക്കുകയാണ് എളുപ്പം. ആംഗിൾ 1ഉം ആംഗിൾ 3ഉം ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആംഗിൾ 2ഉം ആംഗിൾ 4ഉം ഈക്വൽ ആണ്. ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുക, ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ചെയ്യുക. അതുപോലെ തന്നെ ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ചെയ്യുക. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇത് ഈക്വൽ ആയിട്ടായിരിക്കും തന്നെ. കാരണം ഈക്വൽ LHS ഈക്വൽ ആണ്, RHS ഈക്വൽ ആണ്. LHS RHS ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതും രണ്ടും ഈക്വൽ ആയിട്ടേ കിട്ടും. ഇനി ആംഗിൾ 1 ആംഗിൾ 2 എന്ന് പറയുന്നത് ഏതാ നോക്കിക്കേ? ആംഗിൾ ABC ആണ് വരുന്നത്. ഈ 1 എന്ന് പറയുന്ന ആംഗിളും ഈ 2 എന്ന് പറയുന്ന ആംഗിളും മൊത്തം കൂടി ചേരുമ്പോൾ കിട്ടുന്നതാണ് ആംഗിൾ ABC. അതുപോലെ തന്നെ ഈ ആംഗിൾ 3യും ഈ ആംഗിൾ 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ DCB. അപ്പൊ നമുക്ക് കിട്ടും ആംഗിൾ ABCയും ആംഗിൾ DCBയും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ട്രയാങ്കിൾ ABC, ഈ കിടക്കുന്ന ട്രയാങ്കിൾ ഇതാണ് ABC. പിന്നത്തെ ട്രയാങ്കിൾ ആണ് DCB. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ രണ്ട് ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ DCBയും. ഇനി ഇത് കോൺഗ്രുവന്റ് ആണെന്ന് തെളിയിച്ചു വെച്ചാൽ മതി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ആംഗിളും ഈക്വൽ ആണ്. ഇപ്പൊ നമുക്ക് കിട്ടി. അതായത് ആംഗിൾ ABC ഇസ് ഈക്വൽ ടു ആംഗിൾ DCB. ഇനി ഈ രണ്ടിലും ആൽഫബറ്റ് നോക്കിക്കേ. BC ഇസ് ഈക്വൽ ടു BC, അല്ലെങ്കിൽ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാമോ BC ഇസ് ഈക്വൽ ടു BC എന്ന് പറയണം കോമൺ സൈഡ് ആണ്. ഇത് കോമൺ, ഇത് പ്രൂവ്ഡ് എബോവ്.
പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗിൾ ACB, ഇത് നാലാമത്തെ ആംഗിളും അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ആംഗിൾ ഈക്വൽ ആണ്. അത് ഈ ട്രയാംഗിൾ ഈ ACB എന്ന് പറയണ നോക്കിക്കേ, ACB എന്ന് പറയണ ഈ ആംഗിൾ. പിന്നെ ഇപ്പുറത്തേല് നോക്കുമ്പോൾ DBC എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ കണ്ടോ, ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പം ആംഗിൾ ACB ഈസ് ഈക്വൽ ടു ആംഗിൾ DBC. ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ആംഗിളായി, സൈഡായി, ആംഗിളായി, പിന്നെയും ആംഗിളായി, സൈഡായി, ആംഗിളായി. ഇങ്ങനെ ഒരു കോൺഗ്രുവൻസ് റൂൾ നമുക്ക് ഉണ്ടല്ലോ. ആംഗിൾ സൈഡ് ASA എന്ന് പറയുന്ന കോൺഗ്രുവൻസ് റൂൾ ഉണ്ടല്ലോ. അപ്പൊ ASA കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാംഗിൾ എന്തായി, കോൺഗ്രുവന്റ് ആയി. കോൺഗ്രുവന്റ് ആകുമ്പോൾ അതിന്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും തന്നെ. അപ്പൊ AB എന്ന് പറയുന്ന സൈഡ് ആരോട് ഈക്വൽ ആയിരിക്കും, DCനോട് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ഒന്നിന്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കത് ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ ബാക്കിയത്തെ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് AB ആരോട് ഈക്വൽ ആണ്, CDനോട് ഈക്വൽ ആണ്. BC ഈസ് ഈക്വൽ ടു BC, അത് കോമൺ ആണ് കിട്ടി. അപ്പം ഇത് നമുക്ക് കോമൺ ആണ്. ഇനി തരാത്ത ഒരു സൈഡ് ഉണ്ടല്ലോ AC. അപ്പൊ AC എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആയിരിക്കും, AC എടുക്കുവാണെങ്കിൽ DBനോട് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കാര്യം വരുന്നത് CPCT അനുസരിച്ചാണ്, കോൺഗ്രുവന്റ് പാർട്സ് ഓഫ് കറസ്പോണ്ടിങ് ട്രയാംഗിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ആംഗിളും ഈ ആംഗിളും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാംഗിൾ കോൺഗ്രുവന്റ് ആണെങ്കിൽ അതിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, BAC എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആയിരിക്കും, ആംഗിൾ BDCനോട് ഈക്വൽ ആയിരിക്കും. പിന്നെ ആംഗിൾ ABC എന്ന് പറയുന്നത് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ആംഗിൾ DCB. ഇതൊക്കെ CPCT ആണ് വരുന്നത്. ഇത് രണ്ടും CPCT. അപ്പൊ 3 ആംഗിളും 3 സൈഡും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ പ്രൂഫ് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഇവിടെ നടുക്ക് O എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആംഗിൾ സൈഡ് കണ്ടീഷൻ ഇങ്ങനെയും നമുക്ക് പ്രൂവ് ചെയ്യാം. അതിലും നല്ലത് ഈ രീതിയിൽ പ്രൂവ് ചെയ്യുക. നമ്മൾ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ്, ഇപ്പോൾ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ രണ്ട് ട്രയാംഗിൾ സെപ്പറേറ്റ് ഡ്രോ ചെയ്യുക. ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ASAയും അപ്പുറത്തേൽ ASAയും കിട്ടണ്ടോ നോക്കുക. രണ്ടിടത്തും ASA കിട്ടുന്നുണ്ടെങ്കിൽ ASA കോൺഗ്രുവൻസ് റൂൾ കൊടുക്കുക. പിന്നെ രണ്ടിൻ്റെ LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്തായിട്ട് തന്നെ കിട്ടും, ഈക്വൽ ആയിട്ട് തന്നെ കിട്ടും. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കിയത്തെ പോർഷൻ ഇടാം. ഒരു വീഡിയോ കൊണ്ട് 2 വീഡിയോ കൊണ്ട് നമുക്കിത് തീർക്കാൻ പറ്റും. ഗ്രേഡ് 8, ഗ്രേഡ് 9, ഗ്രേഡ് 10 എല്ലാ +1 +2 ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഉണ്ട്. എല്ലാവരും ഇത് വാച്ച് ചെയ്യാം. താങ്ക് യു.